Maxo A Grade 5th Jai Hind Film Awards 2012 with Bobby Chemanur. പ്രണയമുണർത്തുന്ന വരികൾ, മധുരം നിറയ്ക്കുന്ന സംഗീതം, ഒപ്പം ഭാവപുഷ്ടിയുള്ള ആലാപനം കൂടി ആയാലോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നിങ്ങളോട്. എന്തായാലും ഈ വേദിയിൽ സംഗീത വസന്തം തീർക്കാൻ എത്തുന്നു തെന്നിന്ത്യയിലെ പ്രിയ ഗായകൻ ശ്രീ ഉണ്ണി മേനോൻ, ഒപ്പം ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 1 വിന്നർ വർഷ എസ് കൃഷ്ണൻ. சந்திக்காத கண்களில் இன்பங்கள் செய்ய போகிறேன், சிந்திக்காத சிந்திடும் கொண்டலாய் செய்ய போகிறேன். சந்திக்காத கண்களில் இன்பங்கள் செய்ய போகிறேன். கதைகள் கதைகள் கதைத்து விட்டு போகாமல் விதைகள் விதைகள் விதைத்து விட்டு போவோமே. சந்திக்காத கண்களில் இன்பங்கள் செய்ய போகிறேன், சிந்திக்காது சிந்திடும் கொண்டலா பெய்ய போகிறேன். உன்னையும் இதயம் என்று ஆனாலே பயணம் முடியும், பயமும் விட்டு போகாதோ. முடிவறியா அடிவானமா தினம் தினம் சந்திக்காத கண்களில் இன்பங்கள் செய்ய போகிறேன், சிந்திக்காது சிந்திடும் கொண்டலா பெய்ய போகிறேன். Maxo A Grade Jai Hind Film Awards 2012 with Bobby Chemanur Best On-Screen Couple Award. 2011 യുവഹൃദയങ്ങളെ കീഴടക്കിയ താര ജോഡിക്കാണ് ഈ പുരസ്കാരം. സമീർ താഹിർ സംവിധാനം ചെയ്ത നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട ചാപ്പാക്കുരിശ് എന്ന ചിത്രത്തിലെ കഥാപാത്രങ്ങളായ അർജുനെയും സോണിയയെയും യുവതരംഗത്തിന്റെ ഹരമാക്കി മാറ്റിയ രണ്ട് അഭിനയ പ്രതിഭകൾ, താര ജോഡി. That was മികച്ച താര ജോഡി ഫഹദ് ഫാസിൽ and രമ്യ നമ്പീശൻ. സംവിധാന രംഗത്തെ കലാക്ഷേത്രമായ അച്ഛനിൽ നിന്ന് ഊർജം നേടിയ അഭിനേതാവ്,
2001 ഫാസിൽ സംവിധാനം ചെയ്ത കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിൽ സച്ചിൻ എന്ന കഥാപാത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ഫഹദ് മലയാള സിനിമയിൽ യുവതരംഗമായി മാറിയത് സമീർ താഹിർ സംവിധാനം ചെയ്ത ചാപ്പാക്കുരിശ് എന്ന ചിത്രത്തിലെ അർജുൻ എന്ന കഥാപാത്രത്തോടെയായിരുന്നു. ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങൾ പോലെ മധുരവും കയ്പും നിറഞ്ഞ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോകുന്ന താരജോഡികളായിരുന്നു ഫഹദും രമ്യ നമ്പീശനും. അർജുൻ, നീ കല്യാണത്തിന് പിന്മാറണം. നൃത്തവും സംഗീതവും കൈമുതലാക്കിയ രമ്യ നമ്പീശൻ അവതാരികയിൽ നിന്നും മുൻനിര നായികമാർക്കൊപ്പം വളർന്ന കഥാപാത്രമായിരുന്നു ചാപ്പാക്കുരിശിലെ സോണിയുടേത്. 2011 യുവത്വത്തിന്റെ ഹരമായ താരജോഡി ഫഹദ് ഫാസിൽ ആൻഡ് രമ്യ നമ്പീശൻ. 2012 ജയ്ഹിന്ദ് ഫിലിം അവാർഡ്സിലെ മികച്ച താര ജോഡി ഫഹദ് ഫാസിലും രമ്യ നമ്പീശനും പുരസ്കാരങ്ങൾ നൽകുന്നതിനു വേണ്ടി, മെമന്റോ നൽകുന്നതിനു വേണ്ടി മലയാള സിനിമയ്ക്ക് നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ച ശ്രീമതി മേനക സുരേഷ് കുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സൈറ്റേഷൻ നൽകുന്നതിന് വേണ്ടി മിസ്റ്റർ ചെറിയാൻ തോമസ്, ഡയറക്ടർ ജയ്ഹിന്ദ് ടെലിവിഷനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒപ്പം തന്നെ ക്യാഷ് അവാർഡ് നൽകുന്നതിന് വേണ്ടി മിസ്റ്റർ ഷംസുദ്ദീൻ, മാനേജിംഗ് ഡയറക്ടർ നെല്ലറ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനെയും വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. And let's welcome Mr. Fahad Fasil and Ramya Nambishan on the stage. പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുവാൻ ഒരു കാര്യമുണ്ട്. ശ്രീ ഫഹദ് ഫാസിലിന് നല്ല ഫ്ലൂ ആയിട്ട് വീട്ടിൽ അദ്ദേഹം റെസ്റ്റ് എടുക്കുന്നുണ്ട്. വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഈ ചാപ്പാക്കുരിശ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് അദ്ദേഹത്തിനും രമ്യയ്ക്കും ലഭിച്ച അവാർഡിൽ ഹി വാസ് സോ എക്സൈറ്റഡ്. പക്ഷേ അദ്ദേഹത്തിന്റെ ശാരീരിക സ്ഥിതി അനുവദിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വേദിയിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ബെസ്റ്റ് പെയർ അവാർഡാണ് ആദ്യമായിട്ടൊരു ബെസ്റ്റ് പെയർ അവാർഡ് എനിക്ക് കിട്ടുന്നത്. അത് ഫഹദും ഞാനാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ഫഹദ് എന്തോ പ്രത്യേക കാരണങ്ങൾ വരാൻ പറ്റിയില്ല. അപ്പോൾ ഫഹദിൻ്റെ താങ്ക്സും ഞാനിവിടെ അറിയിക്കുകയാണ്. കൂടാതെ എനിക്ക് മലയാള സിനിമയിലേക്ക് ഒരു റീ എൻട്രി തന്ന സിനിമയാണ് ട്രാഫിക്, അതേപോലെ തന്നെ ചാപ്പാക്കുരിശ്. അപ്പോൾ എനിക്ക് കുറേ നന്ദി പറയാൻ തുടങ്ങിയാൽ കുറേ പേരോട് നന്ദി പറയാനുണ്ട്. സ്പെഷ്യൽ താങ്ക്സ് ടു രാജേഷ് ആർ പിള്ള, ട്രാഫിക്കിൻ്റെ ഡയറക്ടർ, പിന്നെ ലിസ്റ്റിൻ സ്റ്റീഫൻ, പിന്നെ സമീർ താഹിർ, പിന്നെ മൈ കോ ആർട്ടിസ്റ്റ് ഫഹദ്, പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസിനും ഞാൻ എൻ്റെ താങ്ക്സ് പറയാണ്. സോ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു ജയ്ഹിന്ദ് TV. അപ്പോൾ എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ, നല്ലൊരു സായാഹ്നമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. ബെസ്റ്റ് സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ്, തിരക്കഥയിലൂടെ മലയാളത്തിന് പുതിയൊരു രുചിക്കൂട്ട് നൽകിയ, സൗഹൃദവും പ്രണയവും അല്പം രുചികളിലൂടെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച 2 പേർക്കാണ് ഈ അവാർഡ് ലഭിക്കുന്നത്. മലയാള ചലച്ചിത്ര ലോകത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായ സിനിമ സോൾട്ട് ആൻഡ് പെപ്പർ. സോൾട്ട് ആൻഡ് പെപ്പറിന്റെ തിരക്കഥാകൃത്തുകൾ ശ്യാം പുഷ്കരൻ ആൻഡ് ദിലീഷ് നായർ. ജീവിക്കാൻ വേണ്ടിയാണ് ആഹാരം കഴിക്കുന്നത്, അല്ലേ? അല്ല സാർ, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയല്ലേ ജീവിക്കുന്നത്. കലാമൂല്യവും ജനപ്രിയങ്ങളുമായ ഒരുപിടി ചിത്രങ്ങൾ മലയാളികൾക്ക് നൽകണമെന്ന സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു വളർന്ന 2 യുവ തിരക്കഥാകൃത്തുക്കൾ ശ്യാം പുഷ്കരനും ദിലേഷ് നായരും. നമ്മളാണോ ഉണ്ണിയപ്പുണ്ടാക്കിയത്? അതെ. പോരുന്നോ എന്റെ കൂടെ? കാളിദാസന്റെയും മായയുടെയും ബാബുവിന്റെയും ജീവിതത്തിലൂടെ സോൾട്ട് ആൻഡ് പേപ്പർ തരംഗമായപ്പോൾ
തട്ടിൽക്കുട്ടി ദോശയും ജോഹാൻസ് റെയിൻബോ കേക്കും തിന്നാനായിരുന്നു സിനിമാസ്വാദകർ കൊതിച്ചത്. അവൾ അത് അവന് വേണ്ടി കരുതി വെച്ച കേക്കിലേക്ക് ഒരുക്കി ചേർത്തു. ഒരു ദോശ വഴി പ്രണയം തുടങ്ങിവെച്ച നായികന്മാരും സോൾട്ട് ആൻഡ് പേപ്പറും മലയാള ചലച്ചിത്രത്തിന്റെ മെനു കാർഡിൽ എക്കാലത്തും വിജയത്തിന്റെ രസക്കൂട്ടായിരിക്കും. വിശന്നിട്ടാണോ വിളിക്കുന്നത്? തന്നില്ലെങ്കിൽ നീ എന്നെ എന്താ മൂക്കി കയറ്റു? 2011 രുചിയുടെ തിരക്കഥയുമായി കാഴ്ചക്കൂട്ടൊരുക്കിയ ഷെഫ് മാസ്റ്റേഴ്സ് ശ്യാം പുഷ്കരൻ ആൻഡ് ദിലേഷ് നായർ. ബെസ്റ്റ് സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ് ശ്യാം പുഷ്കരൻ ആൻഡ് ദിലീഷ് നായർ. ഇവർക്ക് മെമന്റോ നൽകുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ അനിയൻകുട്ടി, ചെയർമാൻ ജയ്ഹിന്ദ് TV. ശ്രീ ശ്യാം പുഷ്കറിന് സൈറ്റേഷൻ നൽകുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ദിൽറു ബേസിൽ ജോൺ, ധനകോടി ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ക്യാഷ് അവാർഡ് നൽകുന്നതിനായി സ്വാഗതം ചെയ്യുന്നു ശ്രീ തോമസ് കുര്യൻ, പ്രോഡക്റ്റ് മാനേജർ ജ്യോതി ലബോറട്ടറീസ്. അതുപോലെ ശ്രീ ദിലീഷ് നായറിന് സൈറ്റേഷൻ നൽകുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ ജമാൽ മുഹമ്മദ് സൈനുദ്ദീൻ, ഡയറക്ടർ ജയ്ഹിന്ദ് TV. ഓൾസോ ദിലീഷ് നായർക്ക് ക്യാഷ് അവാർഡ് നൽകുന്നതിനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ കെ ബിജു, മാർക്കറ്റിംഗ് മാനേജർ ഗുരുകൃപ ഫാർമസ്യൂട്ടിക്കൽസ്. പുരസ്കാരം ഏറ്റുവാങ്ങുവാൻ ശ്യാമിനെയും ദിലീഷിനെയും സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു അവാർഡ് സമ്മാനിച്ച ജയ്ഹിന്ദ് TVക്കും ഞങ്ങളുടെ ഫാമിലിക്കും സോൾട്ട് ആൻഡ് പേപ്പർ ക്രൂവിനും മോറോവർ പ്രേക്ഷകർക്കും നന്ദി. ഞങ്ങളുടെ ഈ ആദ്യ അവാർഡ് ഞങ്ങളെ നല്ല സിനിമ കാണിച്ച് പഠിപ്പിച്ച ദാമോദരൻ മാസ്റ്റർക്കായി സമർപ്പിക്കുന്നു. Maxo A Grade 5th Jai Hind Film Awards 2012 with Bobby Chemanur.